ശ്രീ ഹാരിസ് കെ വി എങ്ങനെ ചോദിക്കണമെന്നെനിക്ക് അറിയില്ല. കാരണം ആ സങ്കട കാഴ്ച നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. ഉള്ളു പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് താങ്കളുടേതെന്നും എനിക്കറിയാം. എങ്കിലും ആ കറുത്ത ദിവസം, ആ കറുത്ത നിമിഷം ഓർമ്മയിലേക്ക് ഒന്നുകൂടി എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചതെന്ന് വിവരിക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ ഹാരിസ്. നമ്മളിപ്പോൾ എന്താപ്പം നമ്മളിഞ്ഞ് പറഞ്ഞിട്ട് നമ്മളെ സഹോദരങ്ങൾ, നമ്മളെ സഹോദരികൾ നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇന്നിപ്പോൾ എനിക്കൊന്ന് കാണാനിടയായി. കാരണം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭിത്തി, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തിരിയുന്ന ഭിത്തിയാണ്. അത് കുറച്ചും കൂടെ ഒരു 10 മീറ്റർ, അതല്ല ഒരു 15 മീറ്റർ ഇങ്ങോട്ടും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളെ സഹോദരന്മാരും സഹോദരിമാരും നമുക്കൊന്ന് നഷ്ടപ്പെടില്ലായിരുന്നു. കാരണം അത് ഒരു റബ്ബറിൻ്റെ സാധനമാണ്. കാരണം ഇന്നിപ്പോൾ അവിടെ ഈ സംഭവിക്കാനുണ്ടായ കാരണം അവിടെ ഒരു ഭിത്തി ഇല്ലാത്തതാണ്. ആ ഭിത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നഷ്ടപ്പെടൂല. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം നോക്കൂ, നിങ്ങൾ ഇന്നലെ ഈ അപകടം സംഭവിച്ചു. ഇന്നിപ്പോൾ അവിടെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് മണൽ ചാക്കിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. കാരണം അവിടെ നമുക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇതിൽ നമുക്ക് അകമഴിഞ്ഞ് ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ പോലും ആ നാട്ടുകാർ കൂടാതെ അവിടെ നമ്മളെ ഈ തോട്ടം തൊഴിലാളികൾ, അതുപോലെ തന്നെ അവിടെ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ, യാത്രക്കാരായ ആളുകൾ, ഇവരൊക്കെ, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ട്രാഫിക്, അതുപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അത്ര സ്പീഡായിട്ട് നമ്മളെ കാര്യാദികളൊക്കെ നടന്നത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളെ സഹോദരന്മാരും ഞങ്ങളെ സഹോദരി നഷ്ടപ്പെടില്ല. ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഭിത്തി കുറച്ച് ഒരു 10 മീറ്ററും കൂടി ഇങ്ങോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ സഹോദരന്മാരും സഹോദരിമാരും നഷ്ടപ്പെടില്ല, അതുറപ്പ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു മഞ്ഞ കളറുള്ള ഒരു കറങ്ങുന്ന ഒരു ഭിത്തി നിങ്ങൾക്ക് കാണാം അതിൻ്റെ അടുത്ത്. ഹാരിസ്, എങ്ങനെയായിരുന്നു നിങ്ങൾ വാഹനത്തിൽ പുറകെ പോകുന്ന സമയത്താണ്? കാരണം 300 അടി താഴ്ചയിലേക്ക് മറിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. ഈ സംഭവം നടന്ന നിമിഷങ്ങൾക്കകമായിരിക്കുമല്ലോ. ഓടിയെത്തുമ്പോൾ ഹാരിസിന് കാണാൻ കഴിഞ്ഞ എന്തായിരുന്നു? പക്ഷേ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ 16-ാം വളവിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും നമ്മളവിടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അവർ. പക്ഷെ ഇവരെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കാരണം ആതിരപ്പള്ളി, ഞങ്ങൾ ആദ്യം പോയത് ആതിരപ്പള്ളിയിലായിരുന്നു. ആതിരപ്പള്ളിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവരും ആതിരപ്പള്ളിയിലുണ്ടായിട്ടുണ്ട്. ആതിരപ്പള്ളിയിൽ ഇവർ വന്നിട്ടുള്ള ഫോട്ടോ ആണ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവർ ആതിരപ്പള്ളി പോയതിന് ശേഷം നേരെ ചാലക്കുടി വഴി എങ്ങോട്ടെത്തി? ഈ പറഞ്ഞ പ്രദേശത്തേക്ക് എത്തി. ഞങ്ങളും അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷേ 16-ാം വളവിൽ വെച്ച് ഞങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങളവിടെ സെൽഫി എടുക്കാനും വേണ്ടി, കാരണം അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്, അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അല്പം മുന്നോട്ട് വന്നപ്പോൾ നമ്മളൊരു സൗണ്ട് കേട്ടിട്ടുണ്ട്.
സൗണ്ട്. അപ്പം പിറകെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുന്ന അവിടെ വാഹനം മറിഞ്ഞിട്ടുണ്ട്. പോയി നോക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ട രംഗം കണ്ട്, വളരെ വേദനിക്കുന്ന രംഗം. കാരണം എങ്ങനെ പറയാ എന്ന്. ആ സമയത്ത് ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ആ രംഗം കണ്ടതോടുകൂടി ഞങ്ങൾക്ക് കണ്ണും കാണില്ല, ഞങ്ങളെ കയ്യും ചലിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. പിന്നെ ഫയർഫോഴ്സും ഇവരൊക്കെ വന്നു, കാര്യാദികളൊക്കെ ദ്രുതഗതിയിൽ നടന്നു. കാരണം അവരെ കൂടെ ഞങ്ങളും സഹായിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് ആ ആളുകളിൽ നിന്നാണ് അവരെ ഫോണിൽ നിന്നാണ് ഞങ്ങൾ മറ്റു ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. കാരണം ഞങ്ങളെ ഫോണിലൊന്നും റേഞ്ചില്ല. അവിടെ ആകെ റേഞ്ച് ഉള്ളത് ജിയോക്ക് റേഞ്ച് ഉണ്ട്, BSNL റേഞ്ച് ഉണ്ട്. പക്ഷെ ഞങ്ങളെ ഫോണൊന്നും അതല്ലല്ലോ. അങ്ങനെ ഫയർഫോഴ്സ് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫോൺ വാങ്ങിയിട്ടാണ് ആദ്യം തന്നെ ഞങ്ങളുടെ അടുത്തുണ്ടായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രവർത്തകൻ്റെ ഇതായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, കോഴിക്കോട് ഇങ്ങനെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, അപ്പോൾ കൊക്കയിലേക്കാണ് മറിഞ്ഞത്. അപ്പോൾ വണ്ടി നമ്പർ അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങളെ സുഹൃത്തിന് ഞങ്ങൾ അയച്ചു കൊടുത്തപ്പോൾ സുഹൃത്ത് പറഞ്ഞത് കോഴിക്കോടല്ല, അത് കൊണ്ടോട്ടിയിലുള്ള വണ്ടിയാണ്. അപ്പം തന്നെ ഞങ്ങളവിടെ അഡീഷണൽ SP വിവരം കൊടുത്തു. SP ഒക്കെ സ്പോട്ടിലുണ്ട്. അങ്ങനെയാണ് ആ സംഗതികളൊക്കെ നടക്കുക. അതിൽ അവിടെ നമുക്ക് അവരെ പറഞ്ഞു അത്രമാത്രം കഷ്ടപ്പെട്ടിന് ഫയർഫോഴ്സ് ആണെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസുകാരൊക്കെ. അവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ വലിയ റോപ്പ് കെട്ടി, ഞങ്ങൾ റോപ്പ് എന്നാ പറയാ, കയറ്, അത് ഫയർഫോഴ്സിൻ്റെ വാഹനത്തുമ്പോൾ കെട്ടി ഇറങ്ങുകയാണ് അവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ സന്ധ്യയായി പോയി. അങ്ങനെ ആ പ്രദേശത്തൊക്കെ അവർ കറങ്ങി നടന്നു, പരിശോധിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ നോക്കി ഇവിടെ നോക്കി ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വണ്ടിയിൽ എത്ര ആളുണ്ടായിട്ടുണ്ട്? ഞങ്ങളെ വണ്ടിയല്ല അത്, ഞങ്ങളെ വണ്ടിയല്ല, എത്ര ആളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം ഈ വണ്ടിയിലുള്ള ആളുകൾ എത്രയാണ് എന്താണ് എന്നറിയില്ല. പിറകെ മലപ്പുറം SP-നെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇന്ന പ്രദേശത്തുള്ള വണ്ടിയാണ്, ഇന്ന ആളുകളെ വണ്ടിയാണ്, ഇന്ന ആളുകളാണ് എന്നുള്ളത് എന്നൊക്കെ അറിഞ്ഞ്. അതിൻ്റെ ശേഷം എൻ്റെ വണ്ടി മുകളിലായിരുന്നു. അങ്ങനെ ഞാൻ ആ വണ്ടി മുകളിൽ നിന്ന് എടുത്തിട്ട് നേരെ താഴോട്ട് വീണ്ടും പോയി. വീണ്ടും 9ലേക്ക് വന്നു. ആ പ്രദേശത്ത് നോക്കി. ആ പ്രദേശത്തൊക്കെ പിന്നെയും ഞങ്ങൾക്ക് വലിയ പ്രയാസം. അങ്ങനെ പിറകെ അവിടെ നിന്ന് CI എന്നോട് പറഞ്ഞു, സുഹൃത്തെ എനിക്ക് തമിഴ് അറിയില്ല, സുഹൃത്തെ ഇന്നൊന്ന് മോളെ ഒന്ന് ആക്കി തരണം എന്നറിഞ്ഞ്. അങ്ങനെ ഞാൻ ആ സാറെ ആയിട്ട് മുകളിൽ പോയി. സാറ് വന്നെന്തിനാ? വണ്ടി മുകളിലുള്ള വണ്ടിയെ താഴേക്ക് കൊണ്ടുവരാനാ. ഏത് ഫയർഫോഴ്സിൻ്റെ ലൈറ്റിട്ട വണ്ടി. അപ്പോഴും താഴെന്നും വണ്ടി വരുന്നുണ്ട്, മുകളിൽ വണ്ടി വരുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് അത്രയും ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ആളുകൾ അവിടെ എത്തിപ്പെട്ടത് എന്ന്. കാരണം അവിടെ ഇന്നിപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു അണ്ണൻ ഒരു അഭിമുഖം നടത്തുകയുണ്ടായി ഈ ഭിത്തിൻ്റെ വിഷയമായിട്ട്. ആ അണ്ണനൊക്കെ സജീവമായിട്ട് അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. എനിക്ക് പേരറിയില്ല അവരെ. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ, സമയത്ത് സ്ത്രീകളായ തോട്ടം തൊഴിലാളികൾ. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ? ആളുകൾക്ക് തൽക്ഷണം മരിച്ച ആളുകൾ. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ വിവരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഏകദേശം ഓർമ്മയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്രത്തോളം ദുഷ്കരമായിരുന്നു. ഓരോ ശരീരങ്ങളാണെങ്കിലും കാണുമ്പോഴായാലും വാഹനത്തിൻ്റെ ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെയുള്ള പെടാപ്പാട്, അതുകൂടി ഒന്ന് പറഞ്ഞ് ചുരുക്കിയ. അവിടെ നമ്മളെ വാഹനത്തിൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മളിതിൽ നിന്ന് അനുഭവിച്ചിലാവാൻ സാധ്യതയില്ല എന്ന്. കാരണം നമ്മളെ അവിടെ കാണുമ്പം തന്നെ ഞങ്ങളെ
സഹോദരന്മാരും സഹോദരികളൊക്കെ അവസ്ഥ ഞാൻ പറയണ്ട. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പൊതുപ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഒരു പൊതുസേവനം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. പല രോഗികളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുമുണ്ട്, പല രോഗികളുടെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. എന്നിരുന്നാലും ഈ കണ്ടിട്ടുള്ള കാഴ്ച എൻ്റെ മനസ്സിന് പോലും താങ്ങാൻ കഴിയാത്ത ഒരു സംഗതിയായിരുന്നു. അത്രയും വേദനിക്കുന്ന വിധത്തിൽ. കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മളെ സഹോദരന്മാരുടെ ആ വണ്ടിമേലുണ്ടായിട്ടുള്ള അവസ്ഥകളൊക്കെ, ബ്ലഡ് ഒരു ഭാഗത്ത്, ഞാൻ പറയുന്നില്ല, അത്തരം അവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായത്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നടന്നിട്ടുണ്ട്. അതിലൊന്നും സമയബന്ധിതമായിട്ട് അതിലൊന്നൊരു തടസ്സം ഉണ്ടായിട്ടില്ല, അതിലൊന്നൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ആ ഭിത്തി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ സഹോദരന്മാരും സഹോദരിമാരും നമുക്ക് നഷ്ടപ്പെടൂലായിരുന്നു. അത് ഉറപ്പാണ്. ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന കൂടാതെ ആ ദുർഘടമായിട്ടുള്ള വഴികൾ, അവിടെ ഒരു വാഹനം കടന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ശ്രമിച്ചാൽ പോലും അപകടമുണ്ടാകും. വളരെ സൂക്ഷിച്ച് മാത്രമേ ആ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയധികം 40ഓളം ഹെയർ പിൻ വളവുകൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സൂക്ഷ്മതക്കുറവ് എന്തെങ്കിലും സംഭവിച്ചോ? 21 വയസ്സ് മാത്രമുള്ള ഡ്രൈവറാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സൂക്ഷ്മക്കുറവോ മറ്റോ? ഇനിയിപ്പോൾ നമുക്കിവിടെ അതിനെ സാങ്കേതിക വിദഗ്ധരൊക്കെ ഈ വാഹനത്തിൻ്റെ അവസ്ഥകളൊക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് അപകട കാരണം, സാങ്കേതികമായ തകരാറുണ്ടായിട്ടുണ്ടോ ഒക്കെ എങ്ങനെ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് ഹാരിസിന് ഈ വഴിയൊക്കെ പോകുന്ന പരിചയമുള്ള ആളെന്ന നിലയിൽ അങ്ങനെ ശ്രദ്ധക്കുറവ് എന്തെങ്കിലും സംഭവിച്ചിരിക്കാമോ? നോക്കൂ, അവിടെ എനിക്ക് 22-ാം വളവിൽ എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്നെ. കാരണം എതിരെ ഒരു ലോറി കയറ്റത്തിലേക്ക് കയറി വരുന്നു, ഞാൻ ഇറങ്ങി പോവുകയാണ്. പക്ഷേ ആ ലോറി ഒരു എയ്ച്ചർ വണ്ടിയാണ്. അതെനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഫാക്ടറിയിലേക്ക് പോകുന്ന ലോറി ആയിരിക്കാം. ആ ലോറി വരുമ്പം ഞാൻ ലോറിൻ്റെ റോങ് സൈഡാണ് കയറുന്നത്. കാരണം എൻ്റെ സൈഡിലൂടെ ഞാൻ പോയാൽ എനിക്ക് ഇറങ്ങാൻ കഴിയില്ല. പക്ഷെ ഞാൻ റോങ് സൈഡാണ് കയറി. കാരണം അത്രയും ടഫാണ്. കാരണം കയറി വരുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഇറങ്ങിപ്പോകുന്നവന്. കാരണം അത്രയും ചെറിയത്. കാരണം നമ്മൾ കയറി വരുന്നത് ഒരു 15 സ്പീഡിൽ 20 സ്പീഡിലാണെങ്കിൽ നമ്മൾ ഇറങ്ങി പോകേണ്ടതും 20ഉം 15 സ്പീഡിലേ പറ്റൂ. സ്പീഡ് കൂടിയാലും കുഴപ്പമാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു 21 വയസ്സായ ആളാണ് ഞാൻ. ഡ്രൈവർ ആരാണ് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. 21 ആണോ അല്ലെ മറ്റോനാണോ എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് വന്നേ, കാരണം എനിക്ക് തിരിച്ചിട്ട് ആ സാധുവിന് തിരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല എന്നാണ് ആ പ്രദേശത്ത് ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം 1.5 ഇഞ്ച് പോലും അല്ലെങ്കിൽ 2 ഇഞ്ച് പോലും ഇല്ല അവിടുത്തെ ഭിത്തി. ആ ഭിത്തി നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കറങ്ങുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി അതിമ തട്ടിക്കഴിഞ്ഞാൽ ഇത് കറങ്ങും. നമുക്ക് നമ്മളെ സഹോദരന്മാരെ നഷ്ടപ്പെടലായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറ്റിപ്പോയത്. അപ്പം ഞാൻ എന്തായാലും സ്ഥിതിക്ക് പറഞ്ഞതിക്ക് നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു. എന്തായാലും ആ കണ്ട കാഴ്ച എനിക്ക് വളരെ, കാരണം ഇന്നും ഇന്നലെയിട്ട് ഞാൻ ഈ ഇരിക്കുന്ന സമയം വരെ ഞാൻ ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല. ഭക്ഷണത്തിനോട് താല്പര്യമില്ല. കാരണം ആ ഒരു ഇത് മൈൻഡിൽ നിന്ന് ഇപ്പോഴും പോണില്ല. ആ ഒരു ഭയാനകമായ ആ ഒരു സ്ഥിതിവിശേഷം വീണ്ടും ആലോചിക്കുമ്പോഴും. ഇപ്പോൾ ഞാൻ വീട്ടിൽ നേരത്തെ ഇവിടെ എത്തിയത് തന്നെ 12 മണിക്കാണ് ഞാനിവിടെ നാട്ടിലെത്തണത്. ഈ 12 മണിക്ക് ഞാനിവിടെ നാട്ടിലെത്തിയിട്ട്, കാരണം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലുണ്ടായി. ആ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവരുടെ മറ്റു
പ്രവർത്തനത്തിൽ അവരുടെ കുളിപ്പിക്കുക, അവരെ കഫംപുട അണിയുക, ആ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടു. അവരിൽ ആ നാട്ടുകാരിലും ഒരാളായി ഞാനും. കാരണം ഒരു പോള കണ്ണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അന്ന് അടച്ചിട്ടില്ല. അവരുടെ കൂടെ ആ മഹല്ലത്തിൽ, കാരണം അവിടെ നമുക്കൊരു പള്ളി, ഒരു മദ്രസ ഒരുക്കി തന്നു. അവിടെ തന്നെയാണ് നമ്മളെ ഈ പറയുന്ന 9 സഹോദരന്മാരും ഈ സഹോദരികളൊക്കെ അവിടെ തന്നെ കൊണ്ടുപോയി. മറ്റേ മുസ്ലിമീങ്ങളായ 7 പേരും ഹൈന്ദവരായ 2 പേരും അവരുടെ പറഞ്ഞ രീതിക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ആ കാര്യത്തിലൊക്കെ ഒരു എളിയവനായ ഞാനും അതിലൊരു പങ്കാളിയാണ്. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വണ്ടിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ എന്നിട്ടും എൻ്റെ മനസ്സിൽ നിന്നുണ്ടാവണില്ല ആ ഒരു ഭീതി, ആ ഒരു രംഗം പോണില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മളെ ഈ സഹോദരന്മാരെ പറ്റിയും സഹോദരിമാരെ പറ്റിയും ഓരോ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇവരൊന്നും മനുഷ്യരല്ലേ? മനുഷ്യരല്ലേ? ഞാൻ ചോദിക്കാം, മനുഷ്യരല്ലേ? കാരണം ഇവർ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവരൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ലീവായ സമയങ്ങളിൽ അവർ ഒരു ചെറിയൊരു തീർത്ഥാടനത്തിന് പോയി. അത് അവർ പരസ്പരം ജാതി മത വ്യത്യാസം നോക്കാതെ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ മാതിരി കൂട്ടുകൂടി ഒത്തൊരുങ്ങി ഭാര്യ, ഭർത്താവ്, മകള്, മകൻ, ചുരുക്കം പറയുകയാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഭക്ഷണം വിളമ്പുന്ന ആയവരെ അതിലുണ്ട്. അപ്പോൾ എത്രമാത്രം അവർ പരസ്പരം സ്നേഹം, മറ്റേ വാത്സല്യം ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ? അതുപോലും നമ്മളെ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ, ആ ആളുകളെ നിങ്ങൾ ഒറ്റപ്പെടുത്തണം. കാരണം ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ തമിഴന്മാര്, സൂചിപ്പിച്ചതുപോലെ ഈ കീടങ്ങൾ, ഈ വെട്ടിക്കിളിക്കൂട്ടങ്ങളെ പോലെ കീടങ്ങൾ, വൃത്തികെട്ട കീടങ്ങൾ എല്ലായിടത്തും കാണും. അത് ഈ ഒരു ദുരന്തത്തിൽ പോലും അവൻ്റെയൊക്കെ മനസ്ഥിതി അതുപോലെ ഉണ്ടാകും. അതിനപ്പുറം നമ്മൾ വിചാരിക്കുകയേ വേണ്ട. ഹാരിസിനെ പോലെയുള്ള എത്രയോ ആളുകൾ, എത്രയോ അകലെ കിടക്കുന്ന ആളുകൾ, അവരൊക്കെ സാന്ത്വനമേകാൻ വേണ്ടി ഹാരിസിൻ്റെ എന്ന വ്യക്തിയുടെ ഒരു ദിവസത്തെ എല്ലാ മറ്റ് ജോലികളും മാറ്റിക്കൊണ്ട് സഹോദരങ്ങളെ പോലെ കന്ന് അവരുടെ എല്ലാ കർമ്മങ്ങളിലും രക്ഷാപ്രവർത്തനത്തിലും ഒക്കെ വരുന്നെങ്കിൽ ഹാരിസ് ഒരു ദൈവദൂതൻ എന്ന് പറയേണ്ടി വരും. ആ നാടിൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം ഹാരിസും ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലും വലിയൊരു സ്ഥാനമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തത്തിൽ ദൈവദൂതനെ പോലെ ഉന്നതങ്ങളിൽ നിന്നും ഒരു കരം, ആശ്വാസകരം പോലെ ഹാരിസ് എത്തിയതിന് ഹാരിസിനോട് നന്ദി പറഞ്ഞാൽ തീരില്ല. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം, ഈ നാട് ഹാരിസിനെ പോലെയുള്ളവർ ആ അധ്യാപകനെയൊക്കെ ഇങ്ങനെയാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ, ആ ദുരന്തത്തിൽ പങ്കാളികളായിരുന്നെങ്കിൽ ആ നാട്ടിലെ സഹോദരങ്ങൾ, പൊന്നോമനകൾ, കുഞ്ഞുങ്ങൾ, സഹപ്രവർത്തകർ, അവർക്കൊക്കെ എന്തുമാത്രം വേദനയായിരിക്കും സമ്മാനിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുത്തിത്തിരിപ്പുമായി വരുന്ന ചില അധമ കൂട്ടങ്ങൾ. ഹാരിസ്, ഒരു കാര്യം കൂടി, കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 20ഓളം ആളുകളെ, സഹോദരങ്ങളെയാണ് നമുക്ക് ഈ വളവിൽ നഷ്ടമായത്. ഒരു ബദൽ മാർഗം ഇല്ല, ബദൽ റോഡോ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് കുറച്ചുകൂടി നമ്മളൊരു ദുരന്തത്തിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുകയും അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടത്. അത് തമിഴ്നാടുമായി ചേർന്ന പ്രദേശമാണ്. അവരുടെ അധികാരികൾ അവർ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ദുരന്തം റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഇടിക്കുമെന്ന് പറഞ്ഞാൽ ആരും വാഹനം എടുക്കാതിരിക്കുന്നില്ല. വാഹനം ഇടിച്ചു വീഴ്ത്തുമെന്ന് പറഞ്ഞ് റോഡിലൂടെ ആരും സഞ്ചരിക്കാതിരിക്കുന്നില്ല. അപ്പോൾ ഈ യാത്രകൾ എല്ലാവർക്കും അനിവാര്യമാണ്. ഈ വിനോദയാത്രകൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്ക് ഒരു അവധിക്കാലം വരുമ്പോൾ എല്ലാവരും പോകും. അതാണ് മനുഷ്യരും കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്നതാണ് ബദൽ മാർഗങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി അവിടെ എന്ത് നമുക്ക് കാര്യക്ഷമമാക്കാൻ കഴിയും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അവിടുത്തെ ആ സ്ഥിതിക്കനുസരിച്ച് വലിയ വാഹനങ്ങൾ ആ റോഡിൽ ഒഴിവാക്കണം. പിന്നെ നമ്മൾ അവിടെ ആ പ്രദേശത്ത് ഞാൻ കണ്ടതിനനുസരിച്ച് നമുക്കവിടെ ആ ഭിത്തി, നേരത്തെ ഉണ്ടായിരുന്ന ആ ഭിത്തി
നിങ്ങളൊന്ന് പോയി നോക്കണം. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭിത്തി അത് നിങ്ങൾ തൊട്ടാൽ തന്നെ അത് കറങ്ങും. അപ്പം അത് ഒന്നും കൂടി ഒന്ന് നമുക്ക് കുറച്ചും കൂടി, കാരണം ഓരോ വളവിലും ആ ഭിത്തി ഉള്ളത് 10 മീറ്ററേ ഉള്ളൂ. ആ 10 മീറ്റർ ഉള്ളത് അതൊരു 25 മീറ്റർ ആക്കണം, ഒരു 15 മീറ്ററും കൂടി കൂട്ടി കൊടുക്കണം. പിന്നെ നോക്കൂ, വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ 13-ാം വളവിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളുടെ വണ്ടി മറിഞ്ഞിട്ട് 9-ാം വളവിലേക്കാണ് മറിഞ്ഞത്. പക്ഷെ ആ 9-ാം വളവിലെ ഒരു സൈഡ് ഒരു ഭിത്തിമലാണുള്ളത്. ആ ഭിത്തിമൊന്നും കൂടി വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ സഹോദരങ്ങൾ വലിയൊരു കൊക്കയിലേക്കല്ലേ പോകുക, വലിയൊരു കൊക്കയിലേക്കാ പോവുക. ആ കൊക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ സഹോദരങ്ങളെ ആ രാത്രി മുഴുവനും തിരിഞ്ഞാൽ പോലും കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധ്യത ഉണ്ടാകും. കാരണം നമ്മളെ ഈ മറ്റുള്ള ഈ ചുരം, നാടുകാണി ചുരമാണെങ്കിലും വയനാട് ചുരമാണെങ്കിലും അവിടെയൊക്കെ മരങ്ങളുണ്ട്, അതിമ തട്ടിത്തെറിഞ്ഞെങ്കിലും നിൽക്കും. ഈ ചുരത്തുമൽ അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഇല്ല. തീർച്ചയായും പറഞ്ഞത് അധികാരികൾ, നമ്മുടെ സംസ്ഥാനമടക്കം അത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതാണ്.